ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് നമ്മളുടെ ഓർഗനൈസിങ് സീരീസിലുള്ള ഒരു നെക്സ്റ്റ് എപ്പിസോഡാണ് കേട്ടോ. ഇതിനു മുന്നേ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഏത് ടൈപ്പ് വീഡിയോ ആണ് നെക്സ്റ്റ് കാണേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേനും കുറേ ആളുകളുടെ കമൻറ്റ് വന്ന് അല്ലെങ്കിൽ ആ ഒരു പോൾ വന്നിട്ടുണ്ടായിരുന്നത് ഓർഗനൈസിങ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോ എന്നുള്ളതായിരുന്നു. അപ്പം ഇന്നത്തേത് നമ്മളുടെ ഒരു ട്രാവൽ ടൈമിലുള്ള കുട്ടികളുടെ ബാഗ് പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. അത് നമ്മളൊരു 3 weeks to 1 month വെക്കേഷനൊക്കെ പോകുന്ന സമയത്ത് പല സമയങ്ങളിലും ഓവർ പാക്ക് ചെയ്യാറുമുണ്ട്. അതായത് കുട്ടികളുടെ സാധനങ്ങളാകുമ്പോൾ നമ്മൾ ആ ഒരു പ്രതീക്ഷിക്കുന്ന കൗണ്ടിൽ നിൽക്കാറില്ല. അപ്പോൾ ഓവർ പാക്ക് ചെയ്യും, പക്ഷേങ്കിൽ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞ് നോക്കുമ്പോൾ ആവശ്യമുള്ള പല സാധനങ്ങളും കാണാറുമില്ല. അപ്പം അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തേക്കുന്നതും എങ്ങനെയാണ് പാക്ക് ചെയ്തേക്കുന്നതെന്നുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. ഇതൊരു പാക്ക് വിത്ത് മീ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ആളുകളും അവരവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ വെക്കേഷനിൽ കുട്ടികളുടെ ക്ലോത്ത്സും അവരുടെ ഐറ്റംസും ഒക്കെ എങ്ങനെയാണ് പാക്ക് ചെയ്തതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പല സമയങ്ങളിലായിട്ട് പല രീതിയിൽ പാക്ക് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റായിട്ട് പാക്ക് ചെയ്യുവാണെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ നമ്മൾ എത്തിയതിന് ശേഷം ഉപയോഗിക്കാനും ഒക്കെ. ഡ്രസ്സിൻ്റെ തന്നെ ടോപ്പും ബോട്ടവും ഒക്കെ വേറെ വേറെ ആയിട്ട് വെക്കുമ്പോൾ ഒരു സമയത്ത് അത് ഈസി ആയിട്ട് തോന്നുമെങ്കിലും പക്ഷേങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് എല്ലാം ഒരുമിച്ച് വയ്ക്കുവാണെങ്കിൽ അത് ഒരു ഡ്രസ്സിൻ്റെ ഫുൾ കോമ്പിനേഷൻ ഉണ്ടല്ലോ. അപ്പം ഈ ഒരു ടൈമിൽ ഞാൻ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രോക്ക് ആണെങ്കിൽ ആ ഫ്രോക്കിൻ്റെ കൂടെ സ്റ്റോക്കിങ്സ് വരുന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിങ്സ് വെച്ചു. പിന്നെ അതേപോലെ തന്നെ ഷോർട്ട്സും ടീഷർട്ടും ഒക്കെ ആണെങ്കിൽ അതും ഒരുമിച്ച് വെച്ചിട്ട് റോൾ ചെയ്യുവാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പലപ്പോഴും ഞാൻ അടുക്കി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് കുറച്ചും കൂടെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിട്ടും ഒക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ റോൾ ചെയ്ത് വെക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ ഈസി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഞാൻ ഗേളിൻ്റെ ക്ലോത്ത്സ് ആണ് വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് തന്നെ സോർട്ട് ചെയ്തു. ആദ്യം നമ്മൾ വാർഡ്രോബിൽ നിന്ന് ഏതൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നത് സെലക്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിനെല്ലാം സെറ്റാക്കിയതിന് ശേഷം അതിനെല്ലാം റോൾ ചെയ്തിട്ട് അതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പം ഗേളിൻ്റെ എല്ലാം വെച്ചതിന് ശേഷം അത്യാവശ്യം വെളിയിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നതൊക്കെ വെച്ചതിന് ശേഷം ബോയുടേതും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ കുറച്ച് ഡ്രസ്സ് നമ്മൾ സെറ്റാക്കി എടുക്കാം, ബാക്കി കുറച്ച് എക്സ്ട്രാ വരുമല്ലോ. അപ്പം കൂടുതലും ടീഷർട്ട്സ് ആയിരിക്കും എക്സ്ട്രാ വരുന്നത്. നമുക്ക് ജീൻസ് അല്ലെങ്കിൽ പാൻസ് എന്ന് പറയുന്നത് എല്ലാത്തിനും സെറ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 4-5 എണ്ണം ഉണ്ടെങ്കിൽ ബാക്കി എല്ലാ ടീഷർട്ട്സിൻ്റെയും കൂടെ ഇടാനായിട്ട് പറ്റും. അപ്പോൾ പറ്റുന്നത് സെറ്റാക്കി ബാക്കി അഡീഷണൽ ആക്കിയിട്ട് അതിനെ റോൾ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മളൊരു ബാക്ക് ഹോം വെക്കേഷന് വേണ്ടി പോകുന്നത് കാരണം തന്നെ കൂടുതലും വീട്ടിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത്സും വേണം. അപ്പം അതും ഞാൻ 2 പേരുടെയും ഇതേപോലെ തന്നെ റോൾ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വെച്ചതിന് ശേഷം ഇനി ഇവരുടെ അണ്ടർ ഗാർമെൻറ്റ്സ് അല്ലെങ്കിൽ ടൈനി ഷോർട്ട്സ് സോക്സ് അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ. അപ്പം അത് ഞാൻ സെപ്പറേറ്റ് ചെയ്താണ് വെക്കുന്നത്. അതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാഗ് ഉണ്ടായിരുന്നു. അപ്പം അതിലേക്ക് 2 പേരുടെയും സെപ്പറേറ്റ് ആയിട്ട് ആവശ്യമുള്ളത് അത് വെക്കുന്നുണ്ട്. പിന്നെ 2 പേർക്കും സെപ്പറേറ്റ് ബാഗിൽ തന്നെ അവരുടേതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഓയിൽ, ക്രീംസ് അങ്ങനത്തെയൊക്കെ, അതും സെപ്പറേറ്റ് ബാഗ്സിൽ തന്നെ ആക്കി 2 ബാഗിൽ വെക്കുന്നുണ്ട് കേട്ടോ. 2 പേരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കുറവാണ്. കോമൺ ആയിട്ടുള്ളത് ആണെങ്കിൽ ഞാൻ അത് ഒരെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. പക്ഷെ 2 പേരും സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നതെല്ലാം തന്നെ സെപ്പറേറ്റ് ബാഗ്സിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഴ്സോ പൗച്ചസോ ഒന്നും തന്നെ നമ്മൾ ഈ ഒരു ട്രാവൽ ടൈമിൽ അഡീഷണലി വാങ്ങിയിട്ടില്ല കേട്ടോ. മോളുടെ സാധനങ്ങൾ വെക്കുന്ന ആ ഒരു ബാഗിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീം, അതേപോലെ തന്നെ ഒരു കാലമിൻ ലോഷൻ, പിന്നെ ഹെയർ ആക്സസറീസ് ഉണ്ടല്ലോ, ചെറിയ സ്ലൈഡ് ക്ലിപ്സ് അങ്ങനത്തെയൊക്കെ, പിന്നെ ഒരു വെറ്റ് ടിഷ്യൂ അങ്ങനത്തെയൊക്കെയാണ് ഒരു ചെറിയ ബാഗിലാക്കി വെച്ചിട്ടുള്ളത്. ഈ ഹെയർ ബാൻഡ്സും ക്ലിപ്സും ഒക്കെ എന്തിനാ ഇത്രയെന്ന് ചോദിക്കും, പക്ഷേങ്കിൽ എന്ന് തോന്നുമായിരിക്കും. പക്ഷേങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് കാണാണ്ടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും ചിലപ്പോൾ നമ്മൾ പല സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ ഒരു ബാക്ക് ഹോം വെക്കേഷനായിട്ട് തന്നെ പോകുന്നത് കാരണം നമ്മൾ കുറച്ച് നേരമൊക്കെ പുറത്ത് പോകലോ അല്ലെങ്കിൽ കസിൻസ് ആൻഡ് റിലേറ്റീവ്സിനെയൊക്കെ കാണുമെങ്കിലും പിന്നെ ഇവർ വീട്ടിലിരിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ. അപ്പം ആ ഒരു ടൈമിൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട് 2 പേർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടമുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഒരാൾക്ക് കുറച്ച് ബുക്സാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ആൾ തന്നെ സെലക്ട് ചെയ്ത് തന്ന് 3-4 ബുക്സൊക്കെ എടുക്കുന്നുണ്ട്. മറ്റേ ആൾക്കും അതേപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റി ബുക്സ് എടുക്കുന്നുണ്ട്.
ഞാൻ മുൻപ് പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ മിസ്സായി പോയിട്ടുണ്ട്. അപ്പം ചെന്ന് കഴിയുമ്പോൾ ഒരു പക്ഷേ പെൻസിലോ പേനയോ പോലും എടുക്കാതെ പോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് അഡീഷണൽ സ്ലിപ്പേഴ്സ് ആൻഡ് ഷൂസ് എടുക്കുന്നുണ്ട്. അപ്പം അതും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ ക്ലോത്ത് ബാഗ്സ് ഉണ്ടല്ലോ, അതിനകത്താണ് സ്ലിപ്പേഴ്സും ഷൂസും എടുക്കുന്നത്. ഷൂസ് നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ഒരെണ്ണം അല്ലാതെ അഡീഷണലി ഒരു 1-2 ഷൂസും അതേപോലെ ഒരു സ്ലിപ്പറുമാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 2 പേരുടെയും ടവൽസ് എടുക്കുന്നുണ്ട്. അപ്പം അതാണ് ഏറ്റവും മുകളിലും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും ഈ ഒരു പാക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഒരുവിധം അത്യാവശ്യമുള്ള സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ മെഡിസിൻസ് എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ പോകുന്നതും ഒരു വിൻ്റർ ടൈമിലാണ്. അത് മാത്രമല്ല 2 രാജ്യങ്ങളിലിടയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാവും. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നാൽ അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന, ഇപ്പം ചെറിയൊരു പനി ടെമ്പറേച്ചറൊക്കെ വന്നാൽ ഉള്ള സിറപ്പ്, പിന്നെ അതേപോലെ തന്നെ ഐ ഡ്രോപ്സ് എടുക്കുന്നുണ്ട്. അപ്പം ഞാനും മോനും ഒക്കെ ഐ ഡ്രോപ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം അത്, പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ നെയ്സൽ ഡ്രോപ്സ് ഇല്ലേ, നെയ്സൽ ഡ്രോപ്സ്, പിന്നെ ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വരുമ്പോഴത്തേക്കിനും ഉപയോഗിക്കുന്ന സ്പ്രേ. അപ്പം അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളും കുറച്ച് ബാൻഡേഡ് അതൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഓർഗനൈസറിൽ വെച്ചിട്ട് അതും എടുക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികളായിട്ട് പോകുമ്പോഴാണ് ഇങ്ങനൊരു പൗച്ച് ആവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് മുന്നേ ഇതേപോലെ ഞാൻ നേരത്തെ കാലമൻ ലോഷൻ കാണിച്ചതിൻ്റെയും ഒരു മെയിൻ കാരണം അതാണ്. നമ്മൾ നാട്ടിൽ പോയി കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ഇപ്പോൾ കൊതുക് തന്നെ ആവണമെന്നില്ല, ചെറിയ ചെറിയ ഇൻസെക്ട്സ് ആണെങ്കിലും കുട്ടികളെ കടിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ ദേഹം മുഴുവനും ചൊറിഞ്ഞ് തടിച്ചൊക്കെ വരും. അപ്പം ആ ഒരു സമയത്തേക്കിന് വേണ്ടിയിട്ട് അത്യാവശ്യമുള്ള ക്രീംസ് എന്തായാലും കരുതണം. പിന്നെ എൻ്റെ കുട്ടികൾ ഒരുവിധം മുതിർന്ന കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ ടോയ്സോ അങ്ങനത്തെ ചെറിയ സോഫ്റ്റ് ടോയ്സ് സെലക്ഷനോ അങ്ങനത്തെ ഒന്നും തന്നെ എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. അതേസമയം നിങ്ങൾ ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഒത്തിരി കുഞ്ഞാണെങ്കിൽ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ടോയ്സും കൂടെ എടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാലോ കുറച്ച് സമയത്തേക്കൊക്കെ അവർ ക്രാങ്കി ആകുവാണെങ്കിൽ ഒന്ന് അടക്കിയിരുത്താനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഒരു നെക്സ്റ്റ് ട്രാവൽ ടൈമിൽ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ല. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പം ഇനിയും ഇതേപോലെയുള്ള പാക്കിംഗ് ആൻഡ് ഓർഗനൈസിങ് വീഡിയോസ് വരുന്നുണ്ടാവും. അതുമാത്രമല്ല ഇതിന് മുന്നേ ഞാൻ പല ഓർഗനൈസിങ് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ട് നമ്മളുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ഓർഗനൈസിങ് സീരീസ് എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഉണ്ട് കേട്ടോ ആ ഒരു പ്ലേലിസ്റ്റിൽ. അപ്പോൾ കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.